ഇന്ത്യയുടെ സൈന്യം എടുക്കുന്ന ഏത് തീരുമാനത്തെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാനും പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനുമുള്ള സൈന്യത്തിന്റെ ഏത് തീരുമാനത്തെയും 100% പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും ഒക്കെ എടുത്തത്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? കൃത്യമായിട്ട് നമ്മൾ അളന്നു തൂക്കി പാകിസ്ഥാന് അതിനുള്ള മറുപടി കൊടുത്തു. രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കൊടുത്ത ആ ഇമ്മ്യൂണിറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. ആർക്കും അറിയില്ല എന്ത് സ്റ്റാൻഡിലാണ് സീസ് ഫയർ പ്രഖ്യാപിക്കുന്നത്. ആരോട് ചോദിച്ചിട്ട് എനിക്ക് സമ്മതമല്ല. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം എന്താ? ഈ പഹൽഗാമിലെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നു കളഞ്ഞ ഭീകരവാദികളെ നമുക്ക് പിടിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. സംഘടനകൾ എവിടെയോ അവിടെ കയറിയാണല്ലോ അടിച്ചത്. ഏറ്റവും വലിയ കൊടും ഭീകരരെ അതിൽ തന്നെ നമുക്കറിയാലോ, കാന്തഹാർ വിമാനറാഞ്ചലിലെ പ്രതി ആരാണ്, അത് ആസൂത്രണം ചെയ്തത് ആരാണ്? അപ്പോൾ അങ്ങനെ ആ കുടുംബത്തിൽ തന്നെയുള്ള എത്ര പേരെയാണ് വകവരുത്തിയത്? ഇത് നമ്മൾ കാണാതെ പോകുന്നത് ശരിയാണോ? ഇതിൽ കണ്ടോ, നിനക്കത് ആരാന്ന് പോലും മനസ്സിലായിട്ടില്ല. വെസ്റ്റ് ഇതൊക്കെ ആരോട് പറയാം? എവിടെ നിന്ന് വരുന്നു? ഇതിന്റെ റൂട്ട് എവിടെയാണ്? ഇതിൽ കൊടും ഭീകരരായി ഇത് ആസൂത്രണം ചെയ്ത് നിൽക്കുന്നവർ ആരാണ്? അവരിലേക്ക് കയറി തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലേ? അതൊരു നേട്ടമല്ലേ ഡോക്ടർ ജിൻഡോ? നിരന്തരമായി പറയുന്നത് നമ്മൾ ബാക്കി എന്ത് നേടി, അല്ലെങ്കിൽ ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചോദിക്കും. ഒരുപാട് പേരുമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഹഫീസ് മുഹമ്മദ് ജലീൽ യുദ്ധം ചെയ്തത്, അതുപോലെ തന്നെ മസൂദ് അസറിന്റെ ബ്രദറിലോ ആയിരുന്നു. അദ്ദേഹമാണ് ഇവരുടെയൊക്കെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്തിരുന്നതെന്ന് പറയുന്നു. അപ്പൊ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന ഈ ടെറർ ഗ്രൂപ്പിന്റെ സാമ്പത്തിക കാര്യ മന്ത്രി, ധനമന്ത്രി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക്. അത് നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും അതുപോലെ തന്നെ മുഹമ്മദ് യൂസഫ് അസർ, അദ്ദേഹവും ഒരു ബ്രദറിലെയോ ആണ്, ഇദ്ദേഹത്തിന്റെ ഒരു മൂന്നാമത്തെ ബ്രദറിലെയോ ആണ്. IC 814ന്റെ പണ്ടത്തെ നമ്മളുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയ പ്രതിയാണ്. അത് ശരിയാ. അപ്പൊ കാലാകാലങ്ങളായി ഇന്ത്യയുടെ ഒരു ഏറ്റവും മുഖ്യ ശത്രുവായിരുന്ന, അല്ലെങ്കിൽ തീവ്രവാദികളായിരുന്ന ആളുകളെ എല്ലാം ഇതുപോലെ അമർച്ച ചെയ്യാൻ ഒരൊറ്റ സ്ട്രൈക്ക് കൊണ്ട്, അല്ലെങ്കിൽ 23 മിനിറ്റ് കൊണ്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. ശരിയാ.